അഡ്വക്കേറ്റ് റബിൻ ഗ്രാലൻ, താങ്കളൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു. നേരത്തെ ഡൽഹിയിലെ നിരവധിയായ പ്രതിഷേധങ്ങൾ കൂടി കണ്ടിട്ടുള്ള ഒരാളാണ്. ഇത്തരം കൂട്ടായ്മകളെ എങ്ങനെയാണ് റബിൻ കാണേണ്ടതായി വരുന്നത്? സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഡൽഹിയിൽ ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അതിന് എതിർക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളായിരിക്കും പലപ്പോഴും ഇത്തരം പ്രതിഷേധങ്ങളെ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. എന്നാൽ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ മുഖ്യധാര പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അവരൊന്നും ഏറ്റെടുക്കുകയോ വിജയിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമരമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ചൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു. ആ കൂട്ടായ്മയിലേക്ക് നിരവധിയായ ആളുകൾ ഒഴുകിയെത്തുന്നു. എന്താണ് അതിൻ്റെ സ്വഭാവം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് റബിൻ മനസ്സിലാക്കുന്നത്? അഭിലാഷ്, നമുക്ക് അറിയാം, JNU പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സമരവേദികളാൽ സമ്പന്നമായ ഒരു ഭൂതകാല ചരിത്രം ഡൽഹിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ തുടർച്ചയായി സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പെരുമാറുകയും ചെയ്തിരുന്നത്, അത്തരം വിമത ശബ്ദങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് JNU പോലുള്ള കലാലയങ്ങളിലാണ്, അവിടെയുള്ള ചിന്താധാരകളിലാണ്. അതിനെതിരെ JNUവിന്റെ കലാലയത്തിന് പലപ്പോഴും കൃത്യമായ രാഷ്ട്രീയം കൂടി ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയത്തിനെ, പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിന് നിയതമായ ഫോർമാറ്റുകൾക്കുള്ളിൽ തളച്ചിടാൻ പറ്റില്ല എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ളവർ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഒരുപക്ഷെ കോവിഡാനന്തര ലോകത്ത് സംഭവിച്ച ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഉൾപ്പെടെയുള്ള തൊഴിലില്ലായ്മ മൂലം ഡിജിറ്റൽ രംഗത്ത് ഒരുപാട് കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത അത്തരം തൊഴിൽ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഇതെല്ലാം കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് തൊഴിലുകളിലേക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റേതായ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഒരു വലിയ ഹർഡിലായിട്ട് വെച്ചിരിക്കുന്ന പരീക്ഷകളുടെ നടത്തിപ്പുകളിൽ ഇത്രയധികം ക്രമക്കേടുകൾ വരുമ്പോൾ യൂത്തിലേക്ക് ആ ഫ്രസ്ട്രേഷൻ വരുന്നു. JNU പോലുള്ള സമര വേദികൾ അത്തരം പ്രഷർ വാലുകളായി പ്രവർത്തിച്ചിരുന്നവരുടെ അഭാവം കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നു. മറ്റൊന്ന്, നമുക്ക് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ കോവിഡാനന്തര ലോകത്ത് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ചൂണ്ടിക്കാട്ടിയത് ഞാൻ അതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷം ശ്രീലങ്കയിൽ പേഴ്സണലി വിസിറ്റ് ചെയ്തപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെയുള്ള ജനത മുഴുവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസരത്തിൽ യൂത്തിന്റെ വലിയ ഒരു വിപ്ലവങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കുന്നു. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനെത്തിയിരുന്നു. നേപ്പാളിൽ ഒരു റാപ്പർ, ഒരു സംഗീതജ്ഞൻ യൂത്തിനെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ രൂപസവിശേഷ സാഹചര്യങ്ങളിൽ കൂടി നേപ്പാളിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. അയാൾ പടിപടിയായി ഒരു മേയർ സ്ഥാനത്ത് നിന്ന് കാഠ്മണ്ഡുവിനെ, നഗരഹൃദയത്തെ കൈക്കലാക്കുന്നു. അതേസമയം ആക്ടർ വിജയ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു സമാന സ്വഭാവത്തിന്റെ നല്ല ഒരു സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഒരു തമിഴ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പെരിയോറും അല്ലെങ്കിൽ അംബേദ്കർ ആശയങ്ങളും ഒക്കെ വേര് പിടിച്ചു കിടന്ന കറുപ്പിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച DMK പാർട്ടികളുടെ വലിയ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ട് പോലും ഭരണകൂടത്തിന്റെ വലിയ ഒരു സ്റ്റാൾവാർട്ടായി സ്റ്റാലിൻ നിന്നിട്ട് പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് വിസിലൂതിക്കൊണ്ട് വിജയ് വരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മുടെ പഴയ ആ പൈപ്പറുടെ കഥ പറഞ്ഞതുപോലെ എലിക്കുട്ടികളെ പോലെ ജനം വരുന്നു. ഒരുപക്ഷെ മുൻപ് അവർ പ്രവർത്തിച്ച പാരമ്പര്യം അവർക്ക് മുമ്പിലില്ല, ഒരു കൃത്യമായ ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ അവർക്ക് മുമ്പിലില്ല. അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിൽ നടത്തിയ ചാരിറ്റികൾ, തന്റെ ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകൾ, പക്ഷെ അതിനെ ചാനലൈസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം, 2 ദിവസം മുൻപ് വളരെ നല്ല ഒരു വിഷ്വൽ മീഡിയയുടെ എല്ലാ ലോജിക്കുകളും, അതിന്റെ ലെൻസും അതിന്റെ സൂമും എല്ലാം നോക്കിക്കൊണ്ട്, നല്ല ആംഗിൾ നോക്കിക്കൊണ്ട് ജനതയോട് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിലാണ് പാതിരയ്ക്ക് പ്രധാനമന്ത്രി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന് യൂത്തിനോട് സംവദിക്കുന്നത്. ഏകദേശം 73%. തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു റബിൻ, അത് തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. സാധാരണ പ്രധാനമന്ത്രിയുടെ സംഭാഷണങ്ങൾ എന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എവിടെയെങ്കിലും ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകും, കൃത്യമായ ക്യാമറ ആംഗിളുകൾ ഉണ്ടാകും. ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും അതിന് മറ തീർക്കാത്ത തരത്തിലാണ് മൂവ്മെന്റുകൾ ഉണ്ടാകാറുള്ളത്. പ്രസംഗങ്ങൾ എപ്പോഴും ടെലിപ്രോംപ്റ്ററിന്റെ സഹായത്തോടെയാണ്. പക്ഷെ അതിനൊക്കെ പിന്നെ വലിയ അധ്വാനമുണ്ട്. നമ്മളിപ്പോൾ ടെലിപ്രോംപ്റ്ററിൽ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാലും അത് പഠിക്കണം, അങ്ങനെയൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായ നമുക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ റബിൻ പറഞ്ഞെടുത്ത ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ, അത് ജൻസികളുടെ മോഡലിൽ വരുന്ന വീഡിയോകൾ ആണ്. സൂചിപ്പിക്കുന്ന പോലെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് റബിൻ.
ഈ ജനതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ജൻസികളെ കയ്യിലെടുക്കുന്നു എന്ന് മാത്രമല്ല, ജൻസികളെ ഭയപ്പെടുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ആ ഭയം അദ്ദേഹത്തിന്റെ മുഖങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഭയവിഹ്വലതയോട് തന്നെയാണ് സംസാരിക്കുന്നത്. ആകാശവാണിയിലെ രാവിലെ 8 മണിയുടെയും 8:15-ന്റെയും ഹിന്ദി ഫോളോഡ് ബൈ ഇംഗ്ലീഷ് വാർത്തകളിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഇന്നലെ പൊട്ടിമുളച്ച ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് പറയുകയും അവരുമായിട്ട് ഇവിടുത്തെ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ആകാശവാണി ന്യൂസ് റിലേ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ജന്തർ മന്ദറിലെ സമരം അത് അസ്ഥിയിൽ കൊണ്ടുകഴിഞ്ഞു എന്ന് പറയാം. ഒരു ചായക്കടയിലും ഒരു ഹോസ്റ്റൽ മുറിയിലും ഒക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ സംവദിക്കാനും അവരിലേക്ക് ഞാനൊരു പ്രശ്ന പരിഹാരം എത്തിക്കുന്നു, നിങ്ങളുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് ഈ ഭരണകൂടം സംസാരിക്കുന്നു, പുതിയ പാർലമെന്റിലെ ഒരു ബില്ല് മുഖേന വളരെ സ്ട്രിഞ്ചന്റ് ആയ പണിഷ്മെന്റോടുകൂടി ഇത്തരം പരീക്ഷാ തട്ടിപ്പുകാരെ പൂട്ടിയിടാനുള്ള ഒരു പരിപാടി ഗവൺമെന്റ് കൊണ്ടുവരുന്നു, ഏകദേശം 50ഓളം ഉദ്യോഗസ്ഥരെ പുറത്താക്കി കഴിയുന്നു. ഇതെല്ലാം പ്രധാനമന്ത്രി ഒരു കോൺഫിഡൻസ് നൽകുന്ന പോലെ പറയുമ്പോൾ ഒരു ഭാഗത്ത് ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.